ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസൊക്കെ ആയിട്ട് വന്നിരുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ ഡീകാർബണൈസിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ജനറൽ സർവീസും അതേപോലെ തന്നെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബ്രേക്ക് പാഡൊക്കെ അഴിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ MC സബ്ബൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയിൻ ഗ്രീസിങ് ജനറൽ സർവീസ് ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ അതിനകത്ത് നമുക്ക് മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. നിലവിൽ നോക്കുമ്പോൾ എൻ്റെ ഈ സിലിണ്ടറിനകത്ത് നോക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട്, മൈന്യൂട്ടായിട്ടൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് റിങ്സ് മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളൂ. റിങ്സ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിസ്റ്റൺ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതിൻ്റെ റിങ്സ് മാത്രം മാറ്റിയിട്ടാൽ മതി. പിന്നെ വാൽവിന് തേയ്മാനമുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിൻ്റെ സർഫേസിനെ കാണണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അതിനകത്ത് ഈ ഇൻലെറ്റ് വാൽവൊക്കെ നോക്കുമ്പോൾ അറിയാം, ഇതിവിടെ ഈ പൊടിഞ്ഞ് പോരുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ വന്നിട്ട് ഈ കറക്റ്റ് ഈ ജോയിൻറ്റിലേക്കൊക്കെ എത്തുമ്പോഴാണ് വാൽവിൻ്റെ സീറ്റിങ്ങൊക്കെ നഷ്ടപ്പെടുകയും അങ്ങനെ കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പം നിലവിൽ നമുക്ക് വാൽവിന് തേയ്മാനമുണ്ട്. അത് ഈ എക്സോസ്റ്റ് വാൽവൊക്കെ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് അത്യാവശ്യം തേയ്മാനം കാണിക്കുന്നുണ്ട് വാൽവിനകത്ത്. ചെറിയൊരു പ്ലേ കാണിക്കേണ്ട, അതിൻ്റേതായിട്ടുള്ളൊരു അടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാൽവ് ഗൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ്. അത് നമുക്കത് പുതിയ വാൽവ് ഇട്ട് കഴിയുമ്പോൾ അത് വീണ്ടും പുതിയ വാൽവ് ഇടുമ്പോഴും പ്ലേ ആണെങ്കിൽ നമ്മളത് വാൽവ് ഗൈഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. സാധാരണ രീതിയിൽ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡാണ് നമുക്ക് മാറ്റേണ്ടി വരാറ്. അപ്പോൾ അത് നമ്മൾ പുറമെ ലെയ്ത്ത് വർക്ക് വന്ന കേസാണ്, നമുക്ക് ലെയ്ത്തിലേക്ക് കൊടുത്തത് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് 2 കേസ് അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന 2 ബെയറിങ്ങുകൾ, അത് ഈ ചെറിയ ബെയറിങ് അടിയിൽ വന്ന ബെയറിങ് ചെറിയൊരു പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് 2 കൂടിയാണ് മാറ്റേണ്ടി വരാം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ റോക്രാമിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഈ ബെയറിങ്ങിനും ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റിയാലാണ് ആ സൗണ്ടിൻ്റെ കേസ് സൈലൻ്റ് ആവുള്ളൂ. പിന്നെ ഏകദേശം നമുക്കൊരു 64,000 കിലോമീറ്ററോളം ഓടിയാനാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാം ചെയിൻ കൂടിയും കൂട്ടത്തിലൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ. അത് വലിയ കോസ്റ്റ്ലി അല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം അത് അഴിച്ച് ചെയ്യുമ്പോൾ ഒരു 500 രൂപയ്ക്കുമൊക്കെ റെഡിയായി പൊക്കോളും. പിന്നീട് നമുക്കത് ഇതെന്താ കേസ് മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലൂസ് ആവുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുന്നൊരു യൂണിറ്റ് ഉണ്ട്, ടെൻഷണർ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തേക്ക് വരുന്ന ഇത് മാക്സിമമാണ് ഇപ്പോൾ നിൽക്കുക. അപ്പോൾ ഏറെക്കുറെ അതിനോട് അടുത്ത് തന്നെയാണ് അത് ലോഡാകുമ്പോഴും വരുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻഷണർ മാറ്റിയാൽ പോലും കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ചിലമ്പൽ സൗണ്ട് കാര്യങ്ങളായിട്ട് പിന്നീട് നമുക്ക് മെയിൻ്റനൻസ് വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 60,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആവറേജ് ഒരുവിധം ലൈഫ് ആയിട്ടുണ്ട്. പിന്നെ തന്നെയല്ല നമുക്കിപ്പോൾ എന്തായാലും അഴിച്ചേക്കണ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അതും കൂടി നമ്മൾ കൂട്ടത്തികൾ അഴിച്ചൊന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയിൻ്റെ എനിക്ക് ഒരു 370 രൂപ, ഏകദേശം ഒരു 400 എടുത്താൽ ചെയിൻ വരുള്ളൂ. ഒരു 100 രൂപ ഈ പാഡ് സെറ്റിന് വരും. കൂട്ടത്തിക്കട ഈ അഴിക്കുമ്പോൾ ഈ കവർ അഴിക്കുമ്പോൾ ഈ ഗ്യാസ്കറ്റ് പറഞ്ഞ് ചേഞ്ച് ചെയ്ത് തരണം. അതാണ് അഡീഷണലായിട്ട് വരാം. ലേബറൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ കൊള്ളിച്ച് നമുക്ക് മാറ്റാവുന്നുള്ളൂ. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കട നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ പിന്നീടുള്ളൊരു എന്താ പറയുക, ഒരു മെയിൻ്റനൻസ് ആ വഴി നമുക്ക് സ്കിപ്പ് ചെയ്താൽ ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനത് നിലവിലിപ്പോൾ എൻജിൻ ഹെഡിനകത്ത് നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ സിലിണ്ടർ പ്രശ്നമൊക്കെ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇത് എനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നിലവിൽ കാർബൺ അത്രയും കുറവുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടറിനകത്തേക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നം വന്നിട്ടില്ല. എങ്കിൽ പോലും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, 1-2 സ്ക്രാച്ചുകൾ ചെറുതായിട്ടുണ്ട്. അത് പുതിയ റിങ്സ് ഇടുമ്പോൾ നമുക്ക് കവർ ചെയ്ത് പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഈ റോക്രാം സെറ്റ് മാറ്റിയിടണം. ക്യാം ഷാഫ്റ്റ് ശരിക്കും ഇങ്ങനെ വരുമ്പോൾ ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പക്ഷേ നമുക്ക് ഹെഡും കൂടി ലെയ്ത്തിലുള്ളത് കൊണ്ട് നമുക്ക് ഈ 2 ബെയറിങ് മാത്രമായിട്ട് ലെയ്ത്തി കൊടുത്ത് മാറ്റാം. ഫുൾ സെറ്റ് വരുമ്പോൾ 1,000 രൂപ അടുത്താണ് തന്നെ, ഏകദേശം ഒരു 1000 രൂപ അടുത്ത് വരും. ഇത് നമുക്ക് ഒരു 300-350 രൂപയ്ക്ക് മാറ്റി കിട്ടും. അത് 2 ബെയറിങ് മാത്രമേ ഉള്ളൂ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതും നമുക്ക് ആ കൂട്ടത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ വാൽവ് മാറ്റാം, റോക്രാം മാറ്റാം, ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് സെറ്റ് മാറ്റാം, റിങ്സ് മാറ്റി, ഗ്യാസ്കറ്റുകൾ മാറ്റി റീസെറ്റ് ചെയ്യാം. അത്രയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടി വരും. സ്ലോ ജെറ്റൊക്കെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാം. വാക്യൂം പിസ്റ്റൺ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെറിയ തേയ്മാനം ഉണ്ട്. നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പിക്കപ്പിന് കാര്യമായിട്ടുള്ള പ്രോബ്ലം എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാക്യൂം പിസ്റ്റൺ കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലും പുറമേ നിന്ന് അഴിച്ച് ചെയ്യാവുന്ന കേസുള്ളൂ. കാർബറേറ്റർ അഴിക്കുമ്പോൾ ഇപ്പോൾ ഈ സർവീസിൽ ചെയ്തില്ലെങ്കിൽ പോലും അടുത്ത സർവീസിനായാലും വലിയ കേസിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിലായി നമുക്ക് അഴിച്ച് മാറ്റാവുന്ന കേസുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്, അതനുസരിച്ച് ചെയ്താലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം നമുക്കൊരു ശനിയാഴ്ചയൊക്കെ ആവുള്ളൂ. ശനിയാഴ്ച വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റാക്കാം. ഓക്കെ.